ഇപ്പോൾ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ കൂടി നമുക്കൊപ്പം ചെയ്തു. സന്ദീപ് വാര്യർ, ഗുഡ് മോർണിംഗ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ് രാവിലെ SITയിൽ നിന്ന് വരുന്നത്. SIT കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ഷെബീദ് റാവത്ത് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഈ ശബരിമല തന്ത്രിക്ക് കൂടി ഇതിനകത്ത് പങ്കുണ്ട് എന്ന് വരുന്നത് വിശ്വാസി സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഷോക്കായിരിക്കും. സന്ദീപ് വാര്യർ ചേരുന്നു. സന്ദീപ് വാര്യർ പറഞ്ഞോളൂ. SIT ഇങ്ങനെ മാധ്യമങ്ങൾക്ക് രാവിലെ വാർത്ത ലീക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ സർക്കാർ ഇപ്പോൾ നിയമസഭ നടക്കുന്ന സമയത്ത് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. പ്രത്യേകിച്ച് സർക്കാരിലെ മന്ത്രിയുടെ അടക്കം രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും എക്സ്പോസ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ലീക്കേജ് അതല്ലെങ്കിൽ മറ്റേ പറയാത്ത ഒരു കാര്യം ഇന്ന് രാവിലെ മാധ്യമങ്ങൾ പറയുമ്പോൾ അത് വാസ്തവത്തിൽ തങ്ങൾക്കെതിരായിട്ട് വരുന്ന വാർത്തകളെ നെറേറ്റീവുകളെ മാറ്റിമറയ്ക്കാനുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കട്ടെ, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ഈ നിമിഷം വരെ അതുപോലെയുള്ള അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള നടന്നത് അതുപോലെയാണ് എന്ന തരത്തിൽ SIT യോടെയും പറഞ്ഞതായിട്ട് അറിയില്ല. എന്തായാലും ഈ വാജി വാഹനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇതുവരെ പറഞ്ഞ പല കാര്യങ്ങളിലും തെറ്റാണ്. കാരണം ഹൈക്കോടതിയുടെ തന്നെ മേൽനോട്ടത്തിലാണ് വാജി വാഹനം കൈമാറിയത്. അഡ്വക്കേറ്റ് കമ്മീഷൻ സാക്ഷിയായിരുന്നു. അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ ആസ് പെർ ട്രഡീഷൻ ദ വാഹന വാസ് ഗിവൺ ടു തന്ത്രി എന്ന് കൃത്യമായി പറയുകയും ചെയ്ത സാഹചര്യത്തിൽ തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാനുള്ള പരിശ്രമം നടക്കുന്നു എന്ന് നമുക്ക് വിശ്വാസി സമൂഹത്തിന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടി വരും. ഇവിടെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ക്ഷേത്രത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ തന്ത്രിമാരുടെ റോൾ എന്ന് പറയുന്നത് പരിമിതമാണ്, ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം. അവിടെ ആചാരപരമായ കാര്യങ്ങളിലുള്ള ഉപദേശം മാത്രമാണ് തന്ത്രിമാർ നൽകുന്നത്. അത് തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് അവിടുത്തെ ദേവസ്വമാണ്. അപ്പം അത്തരം സാഹചര്യത്തിൽ ഇതെല്ലാം തന്ത്രിയിലേക്ക് കൊണ്ടുപോയി തന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ച് മന്ത്രിയെ രക്ഷിക്കാനുള്ള പരിശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് വിശ്വാസ സമൂഹം സംശയിക്കുന്നത്. അതല്ലെങ്കിൽ ഇതുപോലൊരു ലീക്കേജ് നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ചില മാധ്യമങ്ങൾ കൊടുത്തു എന്ന് പറയുന്നത് പോലും അത് വിശ്വസനീയമല്ല. പ്രത്യേകിച്ചും ശബരിമലയിൽ ആചാരലംഘനം നടന്ന കാലത്ത് മാധ്യമങ്ങൾ നൽകിയ വാർത്തകളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചില സമയത്ത് മാധ്യമങ്ങൾക്ക് ചില വാർത്തകൾ കൊടുക്കുന്നു, അന്ന് വിശ്വാസ സമൂഹത്തിനിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അന്ന് നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നല്ല ധാരണ നമുക്കുണ്ട്. പിന്നെ സ്വർണ്ണക്കൊടത്തുമായി ബന്ധപ്പെട്ട് അന്നത്തെ കാലത്ത് മാധ്യമങ്ങളിൽ വാർത്ത ഗവൺമെന്റ് പ്ലാൻ ചെയ്തതൊക്കെ നല്ല ഓർമ്മ മലയാളികൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ SITയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ലീക്കേജുകൾ നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. എന്തായാലും അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിൽ സത്യം പുറത്തു വരട്ടെ എന്ന് തന്നെയാണ് ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ ഈ വർഷവും ശബരിമലയിൽ പോയ അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യം പുറത്തു വരട്ടെ. ഓക്കെ, താങ്ക് യു സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ പോലെയുള്ള ആളുകൾക്ക് അത് ഇപ്പോഴും വിശ്വാസമല്ല, ഇത് സർക്കാരിൻ്റെ സ്വാധീനത്തിൽ SIT പുറത്തുവിടുന്ന കാര്യമാണോ എന്നവർക്ക് സംശയമുണ്ട്. എന്തായാലും ശബരിമല തന്ത്രിയുടെ ചോദ്യം ചെയ്യലിൽ ഭാഗികമായി സ്വർണ്ണക്കൊള്ളയിൽ അത് നേരിട്ട് ബന്ധമുണ്ടെന്ന് സമ്മതിച്ചതായിട്ടാണ് ഞങ്ങളുടെ ബ്യൂറോ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ് ഇത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.